ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല അല്ലേ നിങ്ങൾക്ക് പലർക്കും? അപ്പോൾ വീണ്ടും അനുഭവം കേൾക്കാം. കണ്ണടച്ചിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ നമുക്ക് ഗുരുവായൂരിലൂടെ ഒരു യാത്രയായാലോ? ഗുരുവായൂർ ഉത്സവത്തിന് പോയിട്ടുള്ള അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എൻ്റെ കണ്ണൻ എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവം. വീട്ടിൽ കൂടിയിട്ട് ഒരു വർഷമായി. വീട്ടിൽ കൂടിയ പാടെ ഗുരുവായൂർ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കണ്ണൻ പരീക്ഷിച്ച് നീണ്ടു പോയിട്ടോ. അവസാനം ഡേറ്റ് ഫിക്സ് ചെയ്ത് മാർച്ച് 4, 5 ഉത്സവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ 1, 2, 3 ദിവസം മുന്നെയാണ് അറിഞ്ഞത് അവിടുത്തെ ഉത്സവമാണെന്ന്. അറിഞ്ഞപ്പോൾ സന്തോഷം, കണ്ണനെ കാണാൻ കഴിയുമോ എന്നായിരുന്നു. പക്ഷേ 2 നേരവും ദർശനം കിട്ടിയിട്ടോ. മാത്രമല്ല ക്യൂവിൽ നിന്ന് മുഷിപ്പുണ്ടായില്ല. പെട്ടെന്ന് ദർശനം കിട്ടിയ ഒരു സന്തോഷമാണ്. ആ ഒരു കാഴ്ച കണ്ണൻ കാട്ടിത്തന്നു. ആ കാഴ്ച കണ്ട് എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഇതൊക്കെ കാണിക്കാനായിരിക്കുമല്ലോ ഉത്സവത്തിന് വിളിച്ചത് എന്ന് എൻ്റെ മനസ്സിൽ. ഞാൻ പഴം നിവേദിച്ചിരുന്നു കേട്ടോ. പാൽപ്പായസം കഴിപ്പിച്ചു. പാൽപ്പായസം 10:30 കൊടുക്കുമെന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് പറഞ്ഞു. പ്രസാദമായി കിട്ടിയ 2 ചെറുപഴം ഞാൻ കയ്യിൽ വെച്ച് പുറത്തു വന്നു. ഭർത്താവ് ഉണ്ടായിരുന്നു. അതിലൊരു പഴം ഞങ്ങൾ കഴിച്ചു. മറ്റൊന്ന് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ബാഗിൽ വെക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു തേജസ്സുള്ള ഒരാൾ ആ പഴം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് പറഞ്ഞു അത് കൊടുക്കാൻ വെച്ചതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പഴം നിങ്ങൾ കഴിച്ചോളൂ, പ്രസാദമാണെന്ന്. എനിക്ക് എന്തോ അത്ഭുതം പോലെ തോന്നിയിട്ടോ. ആ പഴം ആ വ്യക്തി കഴിക്കുകയും നന്ദി പറയുകയും ചെയ്തു പോകുന്ന രൂപം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ വ്യക്തി എൻ്റെ കണ്ണനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കണ്ണന് എന്താണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിൽ കൺഫ്യൂഷനായിരുന്നു. എന്നെ വിളിച്ചിട്ട് പോകുന്നതല്ലേ, വെണ്ണയാണോ അതോ പഴമാണോ എന്ന്. പിന്നെ പഴമാണ് കരുതിയത്. പാൽപ്പായസം കഴിപ്പിച്ചു. പായസം വാങ്ങാൻ ക്യൂ നിന്നവരുടെ നീണ്ട നിര കണ്ട് പായസം കിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എനിക്ക് കാലുവേദന ആയതുകൊണ്ട് ക്യൂവിൽ നിൽക്കാനൊന്നും കഴിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്നു. പക്ഷേ എന്നെ കൊണ്ട് പായസം വാങ്ങിപ്പിച്ചിട്ടേ കണ്ണൻ വിട്ടുള്ളൂ. എൻ്റെ കണ്ണൻ, എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ ആശ്വാസം എന്ന് രഞ്ജിനിയാണ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. എന്താ കഥ! രഞ്ജിനി അതിമനോഹരമായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. നല്ല തൂവെള്ള പേപ്പറിൽ നല്ല റൈറ്റിംഗ് ഒക്കെ ആയിട്ട് സന്തോഷമായി. ഒരുപാട് ആളുകൾ, എഴുത്ത് മറന്ന ആളുകളൊക്കെ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ മറന്നിട്ട് കുറേ കാലമായി. മലയാളമൊക്കെ എഴുതുമ്പം പല വരികളൊക്കെ മറന്നു പോകുന്നു. കമ്പ്യൂട്ടറും ടൈപ്പിങ്ങും ആയിട്ട് ആ ലോകത്തിലേക്ക് കയറിയിട്ട് 20 വർഷത്തിന് മുകളിലായി തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഗംഭീരമായ അനുഭവം, സന്തോഷമായി. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നത് അറിയാലോ. യൂട്യൂബിലുള്ളവർ ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിലുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ.